കാലം ഘനീഭവിച്ച ഡിണ്ടിഗൽ കോട്ട ഏതൊരു സഞ്ചാരിയെയും ഹഠാത് ആകർഷിക്കുന്ന ചരിത്രമുഹൂർത്തങ്ങളുടെ പ്രഹേളിക നമുക്ക് മുൻപിൽ തുറന്നിടുന്ന മനോഹരമായ കോട്ടയാണ് ഡിണ്ടിഗൽ പാറക്കോട്ട അഥവാ മലക്കോട്ട. തിണ്ട്, കല്ല് എന്നീ രണ്ട് പദങ്ങൾ ചേർന്ന് രൂപപ്പെട്ട തിണ്ടുക്കൽ എന്ന പദം തമിഴ്നാട്ടിലെ തന്ത്രപ്രധാന പട്ടണത്തിന്റെ പേരായി. ദിന്തീചരം എന്നും തിണ്ടുക്കൽ അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭാരതത്തിൽ അധികാരം കയ്യേറിയ നാളുകളിൽ പല സ്ഥലനാമങ്ങളും ആംഗലേയ ശൈലിയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ തിണ്ടുക്കൽ ഡിണ്ടിഗലായി. ഈ പട്ടണത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായി 900 അടി ഉയരമുള്ള പാറ സ്ഥിതി ചെയ്യുന്നു. ഈ പാറയിൽ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയും മനോഹരമായ ഒരു പുരാതന ക്ഷേത്രവുമുണ്ട്. സഞ്ചാരികളുടെ ശ്രദ്ധ അധികം പിടിച്ചുപറ്റിയിട്ടില്ലാത്ത ഈ പാറയുടെ ഏറ്റവും മുകളിലെത്താൻ കല്ലിൽ കൊത്തിയ 1000-ഓളം ചവിട്ടുപടികളുണ്ട്. ഡിണ്ടിഗൽ പട്ടണത്തിന്റെ മനോഹരമായ ആകാശദൃശ്യം നൽകുന്ന ഈ പാറക്കോട്ടയുടെ അറിയപ്പെടുന്ന ചരിത്രം AD 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നു. 1605-ൽ മധുര രാജാവായിരുന്ന മുത്തുകൃഷ്ണപ്പ നായിക്കിനാൽ ഈ കോട്ട നിർമ്മിക്കപ്പെട്ടു. ദക്ഷിണേന്ത്യയിലെ വളരെ പ്രശസ്തവും ബൃഹത്തുമായ ഒരു രാജ്യമായിരുന്നു മധുര. നിരവധി സാമ്രാജ്യങ്ങൾ ഭരണം കൈയാളിയ സുന്ദരമായ ഈ രാജ്യത്തിന്റെ തലസ്ഥാനം മധുര നഗരമായിരുന്നു. തമിഴക ചരിത്രത്തിൽ പ്രധാന അധികാര വടംവലികൾ നടത്തിയ 3 രാജവംശങ്ങളാണ് പാണ്ഡ്യ, ചേര, ചോള. 1-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാണ് മധുര ഭരിച്ചിരുന്നത്. വളരെക്കാലം അത് തുടർന്നു. 6-ാം നൂറ്റാണ്ടോടുകൂടി പല്ലവന്മാർ പിടിച്ചടക്കുകയും 9-ാം നൂറ്റാണ്ടിൽ ചോളന്മാർ മധുര തിരിച്ചു പിടിക്കുന്നതുവരെ നിലനിൽക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജവംശം മധുരയുടെ അധികാരം പിടിച്ചടക്കി. 14-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണം തെക്കേ ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുകയും ഡൽഹി സുൽത്താനേറ്റ് മധുരയിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അഫ്സൽ ഖാന്റെ നേതൃത്വത്തിൽ മധുര സുൽത്താനേറ്റ് മധുരയിൽ തുടർന്നു. 1335 മുതൽ 78 വരെ സുൽത്താൻ ഭരണം മധുരയിൽ തുടർന്നു. ഈ ഭരണകാലത്ത് നിരവധി സുൽത്താൻ പിന്മുറക്കാർ അധികാരത്തിലെത്തുകയും അതിൽ ഖിയാസുദ്ദീൻ മുഹമ്മദ് ഭഗാനി വളരെ ക്രൂരമായി ജനങ്ങളോട് പെരുമാറുകയും ചെയ്തു. അക്കാലഘട്ടത്തിൽ മധുര സന്ദർശിച്ച ഇബിൻ ബത്തൂത്ത അദ്ദേഹത്തിന്റെ റിഹ്ലയിൽ മുഹമ്മദ് ഭഗാനിയുടെ ക്രൂരതകളെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ക്രൂരതകൾക്ക് ശിക്ഷയെന്നോണം വളരെക്കാലം രോഗബാധിതനായി ദയനീയാവസ്ഥയിൽ മരണശയ്യയിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു. സുൽത്താനറ്റിലെ അധികാര വടംവലിയും പേർഷ്യൻ യുദ്ധത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതും സാമ്പത്തിക അസ്ഥിരതയുണ്ടാക്കി. ഇത് ജനങ്ങളിൽ വിദ്വേഷം ഉളവാക്കുകയും സുൽത്താനേറ്റ് ക്ഷയിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. 1559-ൽ മൈസൂർ രാജാവ് വൊഡയാർ മധുര ഒരു യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുകയും ഹംപി ആസ്ഥാനമാക്കി മധുര രാജ്യത്തെ വിജയനഗര സാമ്രാജ്യത്തിൽ ലയിപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് മധുരയിലെ നായക വിഭാഗത്തിലുള്ള ആളുകളെ പടയാളികളും ഭരണാധികാരികളും മറ്റുമായി നിയോഗിച്ചിരുന്നു. വിവിധ നായകന്മാർ പിന്നീട് മധുരയുടെ ഭരണാധികാരികളായി വന്നു. 1602-ൽ മുത്തുകൃഷ്ണപ്പ നായക്കർ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞ് മധുര വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചു. അദ്ദേഹമാണ് ഡിണ്ടിഗൽ മലക്കോട്ട നിർമ്മിച്ചത്. പ്രധാനമായും വടക്കുനിന്നുള്ള അധിനിവേശം തടയുകയായിരുന്നു ഉദ്ദേശ്യം. 1646 വരെ ഈ ഭരണം തുടർന്നു. ഇടക്കാലത്ത് കരം നൽകുന്നതിന് മധുര നിവാസികൾ വിമുഖത കാണിച്ചു. ഇതിനെ പ്രതിരോധിക്കാനായി കൃഷ്ണദേവരാജ വൊഡയാർ രണ്ടാമൻ കരം പിരിക്കുന്നതിന് പലരെയും ചുമതലപ്പെടുത്തിയെങ്കിലും പരാജയപ്പെട്ടു. അവസാനം 1742-ൽ ദളവയായിരുന്ന ഹൈദരാലിയെ ഈ കൃത്യനിർവഹണത്തിനായി നിയോഗിച്ചു. പിന്നീട് രാജാധികാരം ഉപയോഗിച്ച് ഹൈദരാലി മധുരയുടെ ഭരണാധികാരിയായി. ഹൈദരാലിയുടെ മരണത്തോടെ 1788-ൽ ടിപ്പു ഡിണ്ടിഗലിന്റെ സുൽത്താനായി. ടിപ്പുവിന്റെ ഭരണകാലത്ത് ധാരാളം വ്യതിയാനങ്ങൾ കോട്ടയ്ക്ക് വരുത്തുകയും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ എടുത്തുമാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷ് പട്ടാളത്തെ പ്രതിരോധിക്കാനായി ടിപ്പു ഈ കോട്ടയെ വിദഗ്ധമായി ഉപയോഗിച്ചു. 1790-ൽ ജെയിംസ് സ്റ്റുവർട്ട് എന്ന ബ്രിട്ടീഷ് ആർമി ഓഫീസർ ഡിണ്ടിഗൽ ടിപ്പുവിൽ നിന്നും പിടിച്ചെടുക്കുകയും 1792-ൽ അവരുടേതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1947-ൽ സ്വതന്ത്രമാവുന്നതുവരെ ഡിണ്ടിഗൽ ഇംഗ്ലീഷുകാരുടെ കൈകളിലായിരുന്നു. വളരെ ശില്പചാതുര്യം നിറഞ്ഞ മനോഹരമായ ഒരു ദേവീക്ഷേത്രമാണ് പാറയുടെ മകുടത്തിലായുള്ളത്. കിഴക്കോട്ട് ദർശനമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അഭിരാമി അമ്മനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ നിർമ്മിതിക്കായി കാനറ ഗ്രാനൈറ്റ് ശിലകൾ ഉപയോഗിച്ചിരിക്കുന്നു. അത്യപൂർവ ശില്പങ്ങളാൽ സമ്പുഷ്ടമായ ഈ ക്ഷേത്ര നിർമ്മിതി നമ്മുടെ പൂർവികരുടെ കരവിരുതിന്റെ ഉദാത്ത മാതൃകയാണ്. മുൻപ് അതൊരു ശിവക്ഷേത്രമായിരുന്നുവെന്ന് കരുതുന്നവരുമുണ്ട്. മധുര തമ്പുരാനാർക്ക് മൈസൂർ രാജാവ് സമർപ്പിച്ചതായി കരുതപ്പെടുന്ന കൽത്തൂണുകളും ശിവലിംഗ രൂപങ്ങളും വ്യാളീമുഖങ്ങളും ഇതിനൊരു തെളിവാണത്രേ. ശ്രീകോവിലിന് ചുറ്റുമായി ജലാശയ രൂപത്തിലുള്ള താഴ്ന്ന കുഴികൾ കാണാം. അതിനു ചുറ്റിലുമായി കൽമണ്ഡപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ പൗർണമി ദിനങ്ങളിലും ചാന്ദ്രദർശനത്തിനായി സജ്ജീകരിച്ചിരുന്ന ഗാലറിയും ഈ കൽമണ്ഡപത്തിൽ ദൃശ്യമാണ്. വർണ്ണനാതീതമായ ഭംഗിയുള്ള ഈ ക്ഷേത്രം ഏതൊരു ഭക്തനെയും വല്ലാത്ത നഷ്ടബോധത്തിലേക്കെത്തിക്കും. തകർന്നടിയപ്പെട്ട പ്രൗഢ കാലഘട്ടങ്ങളെ ഓർത്തുകൊണ്ടുള്ള നഷ്ടബോധം.
അത്ഭുതമെന്ന് പറയട്ടെ, ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തട്ടുകളിലായി രൂപപ്പെടുത്തിയിരിക്കുന്ന ജലസംഭരണികൾ ദൃശ്യമാകും. പ്രകൃതി വിഭവങ്ങളെ വളരെ നന്നായി ഉപയോഗിക്കാൻ അന്നത്തെ ഭരണാധികാരികൾ കാണിച്ച വൈഭവം ഇത് വെളിവാക്കുന്നു. പാറയിൽ ലഭിക്കുന്ന ഓരോ തുള്ളി ജലവും പാഴാക്കാതെ ചാലുകളുണ്ടാക്കി ജലസംഭരണികളിൽ നിറച്ചിരിക്കുന്നു. ഈ ജലം കോട്ടയുടെയും ക്ഷേത്രത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് ധാരാളമായിരുന്നു. കോട്ടയുടെ 3 വശങ്ങളിലും വെടിയുണ്ടകൾ നിറച്ച പീരങ്കികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോട്ടയുടെ ചുറ്റളവ് 2.75 കിലോമീറ്ററാണ്. വെടിയുണ്ടകളെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ നിർമ്മിച്ച ഇരട്ട ഭിത്തികളാണ് കോട്ടയ്ക്കുള്ളത്. ധാരാളം രഹസ്യ അറകളുള്ള കോട്ടയിൽ മൊത്തം 48 മുറികളാണുള്ളത്. ആയുധപ്പുര, വിശാലമായ പാചകപ്പുര, അടിയന്തര യോഗങ്ങൾക്കുള്ള ഹാള്, കുതിരാലയങ്ങൾ മുതലായവ കോട്ടയിലുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ ഭടന്മാർക്ക് രക്ഷപ്പെടാനായി നിർമ്മിച്ച കട്ടിക്കുറഞ്ഞ രഹസ്യഭിത്തികളും കോട്ടയുടെ സവിശേഷതയാണ്. ജനലുകളില്ലാത്ത മുറികൾക്ക് വായുസഞ്ചാരത്തിനായി മേൽക്കൂരയിൽ പ്രത്യേകം സുഷിര വെന്റിലേഷനുകൾ നിർമ്മിച്ചിരുന്നു. മഴവെള്ളം എളുപ്പത്തിൽ ഒലിച്ചു പോകത്തക്ക വിധം ചരിഞ്ഞ മേൽക്കൂരകളാണ് കോട്ടമുറികൾക്കുള്ളത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇവിടേക്ക് 25 രൂപയാണ് പ്രവേശന ഫീസ്. പക്ഷേ നമുക്ക് ലഭിക്കുന്നത് വളരെ മഹത്തായ ചരിത്രവും നിർമ്മിതികളുടെ നവ്യമായ കാഴ്ചകളും പാറക്കൂട്ടങ്ങളെ തഴുകിയെത്തുന്ന നനുത്ത കാറ്റിൻ്റെ അനന്തമായ അനുഭൂതിയും താഴെ പച്ച വിരിച്ച തമിഴക താഴ്വരയുടെ മനോഹാരിതയും ഡിണ്ടിഗൽ കോട്ട സന്ദർശിക്കുന്നവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും.